Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല സ്പൈസി ഉള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. കാന്താരി ചിക്കൻ. നമ്മളുടെ ചാനലിൽ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത ഷെഫ് സ്പെഷ്യൽ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് വളരെയധികം നല്ല കമൻസും റെക്കമെൻഡേഷൻസും അതുമാതിരി തന്നെ ഇതുമാതിരിയുള്ള ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പികൾ വീണ്ടും അതിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഇന്ന് കാന്താരി ചിക്കൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്ന മാതിരി തന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അതുമാതിരി തന്നെ ഇതൊരു നല്ല ഹെൽത്തി ചോയ്സ് ആണ്. ഡയറ്റിങ്, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ, ബാർബിക്യൂ ചിക്കൻ, ഷവായ ചിക്കൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ്. ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തുടങ്ങി അവസാനം വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് മിസ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ കാണാനായിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനിവേ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗൈസ്, ആദ്യമായി തന്നെ നമ്മൾ 1 കിലോ ചിക്കൻ ലെഗ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ലെഗ്സ് നമുക്ക് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ചിക്കൻ ലെഗ്സ് എടുത്തതിന് ശേഷം നമ്മളുടെ എക്സ്ട്രാ ഫാറ്റ് നമുക്ക് ട്രിം ചെയ്ത് കളയാം. എക്സ്ട്രാ ഫാറ്റ് ട്രിം ചെയ്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ ലെഗ്സിൻ്റെ ഏറ്റവും താഴെ കാണുന്ന സ്ഥലത്ത് നമുക്കൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നൈഫ് കൊണ്ട് നന്നായിട്ട് ഇതിൽ ഹോൾസ് ഇടാം. നമ്മളിങ്ങനെ ചിക്കനിൽ ഹോൾ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മസാല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മാരിനേഷൻ നന്നായിട്ട് ചിക്കൻ മീറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാലയുള്ള മാതിരി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ ലെഗ്സ് എല്ലാം നന്നായിട്ട് ട്രിം ചെയ്ത് നന്നായിട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള മാരിനേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ പാത്രത്തിൽ കാണുന്ന ഐറ്റംസ് ആണ് നമ്മളുടെ മാരിനേഷനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 30 ഗ്രാം കാന്താരി മുളക്, 50 ഗ്രാം ഷാലറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുള്ളി, മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു അരക്കുടം വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, 3 ഇതള് കറിവേപ്പില, നല്ല വലിപ്പവും നല്ല നീരുമുള്ള 1.5 ലെമണിൻ്റെ ജ്യൂസ്, 1/4 കപ്പ് യോഗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തൈര്, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തായി നമ്മളുടെ ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെച്ച് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മാരിനേഷൻ ആഡ് ചെയ്യാം. അടുത്തായി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ 3 തുടങ്ങി 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഗൈസ്, അടുത്തായി നമ്മളുടെ സ്റ്റവ് എടുത്ത് വെച്ച് ഗ്രിൽ പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. ഗ്രില്ല് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായുള്ള കുറച്ച് ഓയിൽ ഒഴിക്കാം. അടുത്തായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് നമുക്ക് പാനിലേക്ക് വെക്കാം. പാനിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഏകദേശം 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിട്ടാം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്കൊരു 3 മിനിറ്റ് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ചിക്കൻ മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 20 മിനിറ്റ് കുക്ക് ചെയ്യുന്നതിൽ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും പാനിൻ്റെ ലിഡ് മാറ്റി ചിക്കൻ മറിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മൾ ഏകദേശം 15 തുടങ്ങി 20 മിനിറ്റ് വരെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഗൈസ് നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കും നമ്മളുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എനിവേ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഗോൾഡൻ ബ്രൗൺ കളറ് പ്ലസ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഷേപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അടുത്തായി നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഗൈസ് നമ്മളുടെ ചിക്കൻ നല്ല അടിപൊളി ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് സ്പൈസിയാണ്. നമ്മളുടെ കാന്താരി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് സ്പൈസസ് വരും. അത്യാവശ്യം സ്പൈസിനെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. ഇനി നിങ്ങൾക്ക് സ്പൈസിനെസ് അത്ര ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രീൻ ചില്ലിയുടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാന്താരിയുടെ അളവ് കുറച്ച് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് 30 ഗ്രാം ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 ഗ്രാമോ അല്ലെന്നുണ്ടെങ്കിൽ 25 ഗ്രാമോ നിങ്ങളുടെ സ്പൈസിനെസിൻ്റെ ടോളറൻസിനനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക. നല്ല റെസിപ്പിയാണ്, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി തന്നെ ചിക്കൻ നല്ല ടെൻഡറാണ്. പ്ലസ് നമ്മളുടെ ഈ റെസിപ്പി നല്ലൊരു ഹെൽത്തി ചോയ്സാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതല്ല നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് കട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഫാറ്റുകളൊന്നും ഇല്ല. ഉണ്ടായിരുന്ന ഫാറ്റുകൾ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നാരങ്ങ നീര്, നമ്മളുടെ ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീവ്സ്, കുറച്ച് യോഗട്ട്, ഇതെല്ലാം നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഹെൽത്തി ഫുഡ് എന്നാൽ സാധാരണ ഹെൽത്തി ഫുഡിനേക്കാളും നല്ല ടേസ്റ്റിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ബാർബിക്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരിക്കേണ്ട നല്ല റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് എല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷൻ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എഴുതുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റെസിപ്പീസാണ് ഇഷ്ടം അതനുസരിച്ച് നമ്മളുടെ ചാനലിൽ അതുമാതിരിയുള്ള റെസിപ്പികൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പികൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മളുടെ ലിസ്റ്റിൽ ഞാനത് കീപ്പ് ചെയ്ത് ഈവൻച്വലി ഒരു ദിവസം ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മളുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ചെയ്യുന്ന വർക്കിനൊരു അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനത് കാണുന്നത്. പിന്നെ ഫ്രീ ആണിത്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനും നമ്മളുടെ റെസിപ്പികൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പികൾ, പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് നമ്മളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമ്മളുടെ വ്യൂവേഴ്സിൽ കുറേ പേര് പറയേണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒന്നും അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നില്ല. നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തത് കൊണ്ടും, അതിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രം പോരാ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഹോം പേജിൽ വരുള്ളൂ. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.